രാത്രിയിലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രാരംഭത്തിൽ ചിന്തിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുള്ളത് റോമാലേഖനത്തിൽ നിന്നാണ്. ദൈവാത്മാവ് നയിക്കുന്നത് പോലെ ഈ സന്ദേശം കൊണ്ടുപോയി വരുന്ന 4 ദിവസങ്ങൾ കർത്താവിന് മടങ്ങി വരവ് താമസമെങ്കിൽ നമ്മൾ ഒരുമിച്ച് വൈകിയ സമയങ്ങളിൽ ദൈവത്തിന് വചനം ചിന്തിക്കുകയാണല്ലോ. എത്രത്തോളം ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നോ അത്രത്തോളം നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതല്ല മറ്റൊരു വേദഭാഗമാണ് ദൈവിക നിയോഗമെങ്കിൽ നിശ്ചയമായിട്ടും ആ ഭാഗത്തേക്ക് പോകുവാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം ഉപവാസ പ്രാർത്ഥനയാണ്, എനിക്കറിയാം. ദൈവത്തിന്റെ വചനത്തിന്റെ ദൂതുകൾ കൂടെ നമ്മൾക്ക് ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രാരംഭ ദിവസങ്ങളിൽ ഞാൻ അല്പം ക്ലാസ് പോലെയുള്ള ചിന്തകളാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ദാസൻ നന്നായി ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവഭക്തനാണ്. റോമാലേഖനം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ദൈവമക്കൾ ആ വചനം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള 21 ലേഖനങ്ങൾ പ്രാരംഭമായി പ്രാരംഭമായി എഴുതിയതല്ല, പ്രാരംഭമായി ചേർത്തിട്ടുള്ള ലേഖനം ആണ് റോമാലേഖനം. വിശുദ്ധ തിരുവെഴുത്തിൽ ലേഖനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ 21 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾക്കാണ് 16 അധ്യായങ്ങൾ വീതമുള്ളത്. അതിൽ 1-ാമത്തെ ലേഖനം റോമാലേഖനവും 2-ാമത്തെ ലേഖനം 1 കൊരിന്ത്യ ലേഖനവുമാണ്. 2 ലേഖനങ്ങൾക്കും 16 അധ്യായങ്ങളാണ്. വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊരിന്ത് ലേഖനമാണ് ഏറ്റവും വലിയ ലേഖനം. എന്നാൽ അധ്യായങ്ങൾ നോക്കിയാൽ 1 കൊരിന്ത്യ ലേഖനവും റോമാലേഖനവും 16 അധ്യായങ്ങൾ. ഈ 16 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന റോമാലേഖനത്തിന്റെ ഒരു ചിന്ത അവിടുത്തെ സഭായോഗത്തിൽ ഞാൻ ശുശ്രൂഷിച്ചത് ഓർക്കുന്നു. 2ആയിട്ടാണ് ആ ലേഖനത്തെ തിരിച്ചു പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 11 അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ തിയററ്റിക്കൽ പാർട്ടായിട്ട് നിൽക്കുകയാണ്. 2-ാമത്തെ ഭാഗം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ വശത്തെ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ 2ആയി വിഭജിച്ച് ഈ ലേഖനം ശ്രേഷ്ഠകരമായി പൗലോസ് എഴുതി നൽകിയിരിക്കുകയാണ്. എഴുതി നൽകിയതിനകത്ത് നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏകദേശം 30-ലധികം വാഴ്ചകളെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം 30-ലധികം വാഴ്ചകൾ. അതിൽ 4 വാഴ്ചകൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഏക അധ്യായം, 4 വാഴ്ചകളെ ഒരുമിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അധ്യായം എന്ന് പറയുന്നത്, ബൈബിളിലെ ഏക അധ്യായം റോമാലേഖനം
5-ാമത്തെ അധ്യായം. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ തന്നെ അതിന്റെ 17, 21 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ 4 വാഴ്ചകളെ അവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ 2 വാഴ്ചകൾ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, അപ്പോ മരണം വാഴുന്നു. 2, നീതിദാനത്തിന്റെയും കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ജീവനിൽ വാഴുന്നു, അല്ലെങ്കിൽ ജീവൻ വാഴുന്നു, മരണം വാഴുന്നു. 17-ാമത്തെ വാക്യത്തിൽ 2 വാഴ്ചകൾ. ഇനിയും 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, പാപം മരണത്താൽ വാണതുപോലെ. അപ്പോൾ അവിടെ പാപം വാഴുന്നു. 4, കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നീതിയാൽ നിത്യജീവനായി വാഴുന്നു. അപ്പൊ പാപം വാഴുന്നു, കൃപ വാഴുന്നു. 4 വാഴ്ചകൾ ആ വാക്യത്തിൽ കാണാം. 1, മരണം വാഴുന്നു, ജീവൻ വാഴുന്നു. 3, പാപം വാഴുന്നു. 4, കൃപ വാഴുന്നു. ഈ വാഴ്ചകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആദ്യമായി മനുഷ്യനോട് ദൈവം പറഞ്ഞത്, തന്റെ വാഗ്ദത്തം പറയുമ്പോൾ ആ വാഗ്ദത്തത്തിൽ ദൈവം അവന് കൊടുത്ത ഏറ്റവും വലിയ ചിന്ത തന്നെ വാഴുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. അപ്പോ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ബ്ലെസ്സിംഗിൽ ഒന്നാണ് വാഴ്ച, ഡൊമീനിയൻഷിപ്പ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചിന്ത പറഞ്ഞിട്ട് ഈ വായിച്ച കുറിവാക്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കും. എനിക്ക് വളരെ ഗൗരവമായി ദൈവമക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാളുകളിൽ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടു പോയാൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഊഷ്മളത അനുഭവിക്കാനോ അതിന്റെ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാനോ കഴിയാതെ പോകും. ഇത് കേവലം ഒരു സാങ്കല്പിക യാത്രയല്ല. ക്രിസ്തീയ ജീവിതം ഒരു സാങ്കല്പിക യാത്രയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിന് ഗൗരവമുണ്ട്. ഒരു സാങ്കല്പിക കഥ നമുക്ക് കേൾക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയ ഗൗരവം കൊടുക്കണ്ട. പക്ഷേ ഈ യാഥാർത്ഥ്യത്തിന് ഗൗരവം കൊടുക്കണം. യാഥാർത്ഥ്യത്തിന് വിശദമാണ്. ഞാൻ അതുകൊണ്ട് അതിനൊന്നും വിശദീകരണത്തിന് പോകുന്നില്ല. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞങ്ങളുടെ സഭാ ശുശ്രൂഷകന്റെ ഭാഷ പറഞ്ഞാൽ കാളം കൂളം തല്ലുന്ന പരിപാടി നല്ലതല്ലെന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്താണ്, എന്റേതല്ല. അതുകൊണ്ട് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും, ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗൗരവമുണ്ട്. നിത്യത
എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് നാം കേൾക്കുന്ന വചനത്തിന് വലിയ ഗൗരവമുണ്ട്. നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കേവലം ഈ കാലഘട്ടത്തിലെ, ഈ ഭൂമിയിലെ, ഈ ആയുസ്സിലെ കാര്യങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടിയല്ല. പൗലോസ് പറയുന്ന ഒരു ചിന്തയുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ശ്രദ്ധ വെക്കുന്നെങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ വേറെ ആരുമില്ലെന്നാണ്. ഇപ്പോ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് രോഗശാന്തി കിട്ടത്തില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. രോഗശാന്തി നിശ്ചയമായും വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി അല്ല ഇറങ്ങിയത്. രോഗശാന്തി കർത്താവ് നമുക്ക് നൽകാൻ വിശ്വസ്തനാണ്. രോഗം നമ്മളെ പിടിച്ചാൽ രോഗത്തിന് നമുക്ക് ശമനം നൽകേണ്ടതിന് കർത്താവിന് ക്രൂശിൽ മരിക്കണ്ടായിരുന്നു. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച രോഗം മാറും. ക്രൂശിൽ മരിച്ച രോഗം മാറ്റാനല്ല. അപ്പം പാസ്റ്ററെ ഒരു ചോദ്യമുണ്ട്, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എഴുതിയിരിക്കുന്നല്ലോ. ഉപദേശിമാരായ ഞാൻ ഉൾപ്പെടെ എല്ലാവരും രോഗികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ വാക്കെടുത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. അതൊന്നും തെറ്റാന്നല്ല പറഞ്ഞത്. പക്ഷേ ആ പദത്തിന്റെ അർത്ഥം നമ്മുടെ ശാരീരിക രോഗമല്ല, നമ്മുടെ തേജസ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ തേജസ്സിനെ കുറിച്ച്, നമ്മുടെ ഭൗതിക നന്മ തരാൻ, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കർത്താവ് വിശ്വസ്തനാണ്. അതിന്റെ കർത്താവ് ക്രൂശിൽ മരിക്കണ്ട. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ക്രൂശിൽ മരിച്ചത് കൊണ്ടല്ല 5 അപ്പം 5000-ഓളം പുരുഷന്മാർ കഴിച്ചത്. കർത്താവ് അതിനെ അനുഗ്രഹിച്ചും കൊടുത്ത. കർത്താവ് ഇപ്പൊ ഒരു വാക്കുകൊണ്ട് അനുഗ്രഹിച്ചാൽ എത്ര ചെറുതും സമൃദ്ധമായ നിലയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളത് ഒരു സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയല്ല, ഒരു ദൂതം പറഞ്ഞു പോവാം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ അനുഭവത്തെ പോലും ഒരു വാക്കുകൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവനാണ് നാം സേവിക്കുന്ന കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ശൂന്യത എന്ന അനുഭവം നാം മുമ്പിൽ ദർശിക്കുന്നുവെന്ന് ചിന്തിക്കട്ടെ. ഒന്നുമില്ലാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഈ രാത്രി തിരിച്ചറിയണം, ഒന്നുമില്ലായ്മയെ എല്ലാം ഉള്ളതാക്കി മാറ്റാൻ ഒരു വാക്കുകൊണ്ട് കഴിയുന്നവനെയാണ് നാം ഈ രാത്രി സേവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ നമുക്ക് കാണാം. എക്സ് നിഹില്ലോയിൽ നിന്ന് എവരിതിങ്ങിലേക്ക് എന്നതാണ് ആ പദം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്ന ഒരു ചിന്തയുണ്ട്, വളരെ ശ്രേഷ്ഠമാണ് ആ ചിന്ത. ഈ കാണുന്ന ലോകങ്ങൾക്ക്, മലയാളം ബൈബിളിൽ ലോകത്തിനെന്ന, എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഈ കാണുന്ന ലോകങ്ങൾക്ക് ദൃശ്യമായതല്ല കാരണമെന്നു വരുമാറ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ സൃഷ്ടിച്ചിരിക്കുക, ഫോം ചെയ്തിരിക്കുക. ഈ കാണുന്ന ലോകങ്ങളെ ദൃശ്യമല്ലാത്ത ഏറ്റവും ചെറിയ കണയുണ്ട്. അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിന് ഏറ്റവും ചെറിയ കണുക, അത് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ തുടങ്ങിയ ആ തന്മാത്രകളെ കൊണ്ട് ഈ കാണുന്ന ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ശൂന്യത മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞെരുക്കം മാറ്റാൻ ബുദ്ധിമുട്ടില്ല, രോഗം മാറ്റാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ മടങ്ങി വരട്ടെ, അതൊന്നും അല്ലല്ലോ നമ്മുടെ ചിന്ത. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇതൊന്നും ചെയ്യാൻ വേണ്ടി, രോഗം മാറ്റാനോ ശൂന്യത മാറ്റാനോ സാമ്പത്തിക നന്മ തരാനോ വേണ്ടി ഒന്നുമല്ല ക്രൂശിൽ മരിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത 7 ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. 7 ബ്ലെസ്സിങ്സ്. ആ 7 ബ്ലെസ്സിങ്സും പാപം നിമിത്തം അവന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ 7 ബ്ലെസ്സിങ്സിനെയും മനുഷ്യന് മടക്കി തരാൻ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട്
Praise the Lord. തന്നെ തന്നെ അവൻ നമുക്ക് തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാ 7 ബ്ലെസ്സിംഗ് പറയാം. ദൈവം പറയുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു. 2, ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചു. 3, നിത്യജീവനുള്ളവനായി നമ്മെ സൃഷ്ടിച്ചു. 4, അദ്രവത്വമുള്ളവനായി, ഇമോർട്ടാലിറ്റി ഉള്ളവനായി നമ്മെ സൃഷ്ടിച്ചു. 5, ദൈവിക കൂട്ടായ്മ ബന്ധം നൽകി നമ്മെ സൃഷ്ടിച്ചു. 6, ദൈവിക അധികാരം നൽകി ദൈവം നമ്മെ സൃഷ്ടിച്ചു. 7, ദൈവിക തേജസ് നൽകി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടതാണ്. എന്നുള്ളത് പറയാം. ദൈവത്തിന്റെ സാദൃശ്യം, 7 ബ്ലെസ്സിങ്സ്. ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം, നിത്യജീവൻ, അദ്രവത്വം, കൂട്ടായ്മ, അധികാരം, തേജസ്. പാപം ചെയ്തപ്പോൾ ഈ 7 ബ്ലെസ്സിംഗ് നഷ്ടപ്പെട്ടു. ദൈവിക സാദൃശ്യം പോയി, ദൈവിക സ്വരൂപം പോയി, നിത്യജീവൻ പോയി, മരണം മനുഷ്യനിൽ പ്രവേശിച്ച പാപനിമിത്തമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മ പോയി, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ഇനിയും മനുഷ്യനിൽ ദ്രവത്വം പ്രവേശിച്ചു. അടുത്തത് ദൈവം അവന് നൽകിയ അധികാരം നഷ്ടപ്പെട്ടു, വാഴ്ച നഷ്ടപ്പെട്ടു. 7, തേജസ് നഷ്ടപ്പെട്ടു. ഈ 7 അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ കൂടെ മടങ്ങി വരുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ അൾട്ടിമേറ്റ് സന്ദേശം. യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാമത്തെ ലേഖനം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് അത്ര സ്നേഹം നൽകുന്നു. അങ്ങനെ തന്നെയാകും നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ആ വാക്യം തീരുമ്പോൾ അങ്ങനെയാകുന്നത്. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അവിടെ ഇരിക്കുന്നത്. അപ്പോ സാദൃശ്യവും സ്വരൂപവും യേശുവിന്റെ മടങ്ങി വരവിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ യേശുവിന്റെ സാദൃശ്യം, യേശുവിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടത്, പാപനിമിത്തം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും. ഇനിയും ദ്രവത്വം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്രവത്വം പോയി, ഇമോർട്ടാലിറ്റി പോയി. പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 15-ൽ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ വേദപുസ്തകം നന്നായി പഠിക്കുന്നവരാണല്ലോ. വേദപുസ്തകത്തിനകത്തെ ഒരു ചിന്ത വളരെ ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, ഈ മോർഫിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മോർഫിംഗ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് മോർഫിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടത്. പക്ഷെ മോർഫിംഗ് എന്ന ചിന്ത കമ്പ്യൂട്ടർ വന്നപ്പോഴല്ല ലോകത്തിൽ വന്നത്. ബൈബിളിലെ മോർഫോളജി എന്ന വിഷയം പഠിക്കണം. ബൈബിളിൽ അങ്ങോട്ട് ചിന്തയുണ്ടതേ. കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മോർഫോളജി ബൈബിളിനകത്തുണ്ട്. അതാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ. യാക്കോബ് എന്ന് പറയുന്നവനെ ഇസ്രായേലാക്കി മാറ്റിയ ഒരു പ്രോസസ് ഉണ്ട്. അത് ബൈബിളിന്റെ മോർഫോളജി പഠിക്കാൻ നല്ലൊരു ഉദാഹരണമാണ്. ഇനിയും നമ്മള് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് അറിയേണ്ടതിന് മനസ്സുമുതുക്കി രൂപാന്തരപ്പെടുകയും എന്ന് എഴുതിയിരിക്കുന്നിടത്ത് മെറ്റാമോർഫോസിസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. മോർഫോസിസ് എന്ന പദം മോർഫോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. രൂപാന്തരത്തിന്. അതെ ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ഇരിക്കാനുള്ളവരല്ല. നമ്മൾ ദൈവത്തെ പോലെ രൂപാന്തരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. ഇനിയും ദൈവിക കൂട്ടായ്മ.
മനുഷ്യന് നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ മടങ്ങി വരുന്നു. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു, നമുക്ക് കൂട്ടായ്മ ഉള്ളത് പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാണ്. എന്നു മുതൽ? യേശുവിനെ അറിയുമ്പോൾ മുതൽ. അതിന്റെ പൂർത്തീകരണം നിത്യതയിലാണ്. മനുഷ്യരുമായി എല്ലാ ദിവസവും കൂട്ടായ്മ ആചരിച്ചിരുന്ന ദൈവം പാപനിമിത്തം മനുഷ്യനിൽ നകന്നുപോയി. അഥവാ ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യൻ ദൈവിക കൂട്ടായ്മയിൽ നകന്നുപോയി. യെശയ്യാവ് പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ അകറ്റിയത്. എന്നാൽ പാപം പരിഹരിക്കപ്പെട്ടവൻ ദൈവിക കൂട്ടായ്മയിലേക്ക് വരുന്നു. അപ്പോൾ അനുഗ്രഹത്തിലെ മറ്റൊരു വിഷയമാണ് കൂട്ടായ്മ, മടങ്ങി വരുന്നു. ഇനി മറ്റൊന്നാണ് നിത്യജീവൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണമുള്ളവനായിട്ടല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിത്യജീവന്റെ ഉടമയായിട്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 6 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം നമുക്ക് കാണാം. 930, 969, 912 എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ ആയുസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരും പേര് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്ന മെഥൂശലേഹിന്റെ പ്രായം എഴുതിയിട്ടുണ്ട് 969 വർഷം. എന്നാൽ ഇന്ന് മനുഷ്യന്റെ പ്രായം എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് വൈകിയ സമയത്ത് ഞാൻ ദുഃഖത്തോടെ ഒരു വാർത്ത കേട്ടു. ഒരു യൗവനക്കാരനായ 32 വയസ്സുള്ള ഒരു പാസ്റ്റർ ഇന്നലത്തെ സഭായോഗത്തിൽ ശുശ്രൂഷയുടെ നടുവിൽ സങ്കീർത്തനം വായിച്ച് അനന്തരം ആ പുൾപിറ്റിൽ വീണ് പ്രാണനെ വിട്ടു, നിത്യതയിൽ പ്രവേശിച്ചു. 32 വയസ്സേ ഉള്ളൂ. മനുഷ്യന്റെ പ്രായം കുറഞ്ഞു വരിക. പാപം കൂടുന്നത് കൊണ്ട് മനുഷ്യന്റെ പ്രായം, മരണം അവനിൽ വന്നത് നിമിത്തം അവന്റെ ആയുസ് കുറഞ്ഞു വരിക. മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം ഒക്കെ കണ്ടുപിടുത്താൻ ഒത്തിരി ചിന്തകളൊക്കെ ഉണ്ട്. എന്താണ് മനുഷ്യന് സംഭവിച്ചത്? മരണം പ്രവേശിച്ചു, അവന്റെ നിത്യജീവൻ നഷ്ടമായി. എന്നാൽ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ഞാൻ വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായി ജീവനെ നൽകുവാനുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ കിട്ടുന്നു. യേശു വന്നപ്പോൾ താൻ പ്രഖ്യാപിച്ച സകല പ്രഖ്യാപനങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അപ്പോ ജീവൻ എന്ന് പറഞ്ഞ ജീവന്റെ പ്രഖ്യാപനം നടത്തി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ മടക്കി കൊടുക്കാൻ ക്രൂശിൽ മരിച്ചു. അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് വാഴ്ചയാണ്, അധികാരം. നമുക്കറിയാലോ, ആദാമിന്റെ മുമ്പിൽ കൂടെ സകല മൃഗവും പോയി. വേദപുസ്തകം പഠിപ്പിക്കുന്ന നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറിയ മൃഗങ്ങളുടെ സ്പീഷ്യസിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 7000-ഓളം വരുമായിരുന്ന. അപ്പൊ 7000-ഓളം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ സ്പീഷ്യസ് എല്ലാം ആദമിന്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ ആദം അതിന് ഇട്ടതെല്ലാം അതിന് വേറെ. എന്നാ ബ്രെയിനായിരുന്നു ആ മനുഷ്യന്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ പേരിട്ടാൽ ഡബിളിങ് വരും. എത്ര ബാബുമാര് നമ്മുടെ ചർച്ചിലുണ്ടാകാം, എത്ര ഒരു കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ ചെന്ന് വട്ടം പിടിച്ചാൽ ആ വട്ടം പിടിക്കുന്ന 10 പേരിന്റെ അകത്ത് 2 പേര് സൈമന്മാരായിരിക്കും എന്നാണ് എന്റെ ചിന്ത. അപ്പോ ഇഷ്ടംപോലെ പേരുകൾ ആവർത്തിക്കുക. പക്ഷെ ആദാം പേരിട്ടത് ഒന്നും ഡബിളിങ് ഉണ്ടായിട്ടില്ല. എന്നാ ബ്രെയിനായിരുന്ന മനുഷ്യൻ എന്നറിയാമോ? അതാ വിളിച്ചതെല്ലാം അതിന് പേരായ അവന്റെ മുമ്പിൽ കൂടെ സകല മൃഗങ്ങളും ആ പേര് സ്വീകരിച്ചോണ്ട് കടന്നുപോയി. ഒന്നും ആദാമിനെ ആക്രമിച്ചില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ മനുഷ്യനെ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നു, പൂച്ച മാന്താൻ വരുന്നു, ചെറിയ ജീവികൾ പോലും മനുഷ്യനെതിരെ തിരിഞ്ഞു നിൽക്കുന്നു. എന്താണെന്നറിയാമോ? ആദാമിന്റെ മേൽ അന്നുണ്ടായിരുന്ന അധികാരം പാപനിമിത്തം നഷ്ടപ്പെട്ടു വന്നു പോയത് മൃഗത്തിന്റെ സ്പീഷ്യസിന്, ആ മൃഗത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അധികാരം ദൈവം മനുഷ്യന് തിരിച്ചു നൽകും. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ
നമുക്കത് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ വിടുന്നു. ഏഴാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് തേജസ്. തേജസ്, ആ തേജസ് മനുഷ്യന് ദൈവം നൽകിയിരുന്നു. പ്രകാശമുടുത്തവനായിരുന്നു ദൈവം. ദൈവം പ്രകാശമുടുത്തിരിക്കുന്നത് പോലെ മനുഷ്യനെ തേജസ് കൊണ്ട് പൊതിഞ്ഞിരുന്നത് കൊണ്ട് അവർ ഇരുവരും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ലതാനും എന്ന് എഴുതിയിട്ടുണ്ട്. അർത്ഥമല്ല, തേജസ് കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് നാണം തോന്നത്തില്ലായിരുന്നു. പക്ഷേ പാപം ചെയ്തപ്പോൾ, തേജസ് പോയപ്പോൾ, ഒരു അത്തിയുടെ ഇല എടുത്ത് നാണം മറയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് മനുഷ്യനെത്തി. അപ്പൊ മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടു പോയി. ആ തേജസ് ക്രിസ്തുവിൽ കൂടെ മടങ്ങി വരുന്നു എന്നാണ് ലേഖനങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താണ് ലേഖനം പഠിപ്പിക്കുന്നത്? നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം കിട്ടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പൊ തേജസ്സിന്റെ നിത്യകരം നമുക്ക് മടക്കി ലഭിക്കുന്നു. പാപനിമിത്തം മനുഷ്യന് സകല അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. അതിലൊരു അനുഗ്രഹമായിരുന്നു വാഴ്ച. വാഴ്ച, സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവം മനുഷ്യനെ കൽപ്പിച്ചാക്കി. എന്നാൽ പാപം അവന്റെ വാഴ്ചയെ മാറ്റി. ശ്രദ്ധിക്കണം, ഇന്ന് രാത്രിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വാഴുവാൻ അധികാരത്തോടെ ആക്കിയവനിൽ ഈ നാം വായിച്ച കുറിവാക്യം വായിച്ചാൽ അവനിൽ 4 കാര്യങ്ങൾ വാഴുന്നുവെന്നാണ്. ഇനിയും അല്പം കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. ഇതുവരെ പറഞ്ഞത് മുഖവുരയാണ്, ഈ ചിന്ത മനസ്സിലായാൽ. ശ്രദ്ധിക്കണേ, ഒന്നാമത് വാഴുന്നത് എന്താണ്? പാപം വാഴുന്നത്. നമുക്ക് പാപമുണ്ടോ? ദൈവമക്കൾ പാപം ചെയ്യോ? ദൈവമക്കൾ പാപികളാണോ? ദൈവമക്കൾ പാപികളാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ലെന്ന് പറയേണ്ടി വരും. കാര്യം, പാപം മോചിച്ച് കിട്ടിയവനാണ് ദൈവവേദൻ. പാപം ചെയ്യുന്നവൻ പിശാചിന് മകനും പാപി. പക്ഷെ ദൈവമക്കളോ? അല്ല, ദൈവമക്കളാണ്, പാപം വിട്ടൊഴിഞ്ഞവരാണ്. പക്ഷെ ദൈവമക്കൾ പാപം ചെയ്യുമോ? അതൊരു ചോദ്യമാണ്. ഇന്ന് രാത്രി അതിന്റെ സവിസ്തരമായ ഒരു മറുപടി വേദപുസ്തകത്തിൽ നമ്മൾ പ്രാപിക്കണം. സവിസ്തരമായ ഒരു മറുപടി. അല്പം ആഴത്തിൽ നമ്മൾ ഈ വിഷയം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, മനുഷ്യൻ പാപം ചെയ്യുമോ എന്നുള്ളതല്ല ചോദ്യം, ദൈവമക്കൾ പാപം ചെയ്യുമോ എന്നുള്ളതാണ്. ദൈവമക്കളിൽ പാപമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേവലം കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് ആനന്ദിക്കാൻ ഒരു പ്രാവചനിക ദൂത് ലഭിച്ചില്ലെങ്കിലും നിത്യതയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഒരു നല്ല മാനസാന്തരം നമുക്ക് വചനത്തിന് മുമ്പാകെ ഉണ്ടായാൽ ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റവും ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പറയും, ഇടയ്ക്ക് ആ ദൂതൊക്കെ പറഞ്ഞോളാമേ. ദൈവമക്കൾക്ക് പാപമുണ്ടാകുന്നു. 2 ചിന്ത പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചിന്തിക്കാം. 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ മോശ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. മോശയെ, നീ എന്നെ ഈ പറയുന്നേ? ആരാ ഇത് പറയുന്നത്? മോശ. എന്താ മോശയുടെ പ്രത്യേകത? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ 120 വർഷം ആയുസ് ദൈർഘ്യമുണ്ടായിരുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, അല്ല, ആ ഒരൊറ്റ പർപ്പസിനായി ഉളവാക്കപ്പെട്ട മനുഷ്യനാണ് മോശ. മോശയുടെ ജീവിതം 3 ഘട്ടങ്ങളായി പഠിക്കണം. 120 വർഷത്തെ 120 വർഷത്തെ ദൈർഘ്യം 3ആയി തിരിച്ചാൽ ആദ്യത്തെ 40 വർഷം മിസ്രൈമിൽ ഫറവോന്റെ പുത്രിയുടെ മകനായി വളരുന്ന മോശ. അടുത്ത 40 വർഷം മരുഭൂമിയിൽ യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന മോശ. അടുത്ത 40 വർഷം
ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ. ഇങ്ങനെയാണ് മോശയുടെ ചരിത്രം പഠിക്കുന്നത്. മോശയെ ജനിക്കുമ്പോൾ തന്നെ മോശക്കെതിരെ പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാം. മോശയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈജിപ്തിൽ നിന്നൊരു നിയമം തന്നെ പാസ്സായത്. എന്താ കാര്യം? 4-ാം തലമുറക്കാരനായ അബ്രഹാമ്യ സന്തതി ഈജിപ്തിൽ നിന്ന് ദൈവം വർദ്ധിപ്പിച്ച ജനത്തെ മടക്കിക്കൊണ്ടുവരും എന്നുള്ള അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തി വെളിപ്പെടുത്താൻ ദൈവത്താൽ ഉളവാക്കപ്പെട്ടവനാണ് മോശ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അറിയാമല്ലോ, ഞാൻ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പരദേശികളായി പാർത്ത് ആ ദേശക്കാരെ സേവിക്കും. 400 സംവത്സരം എന്നാണ് മലയാളം ബൈബിളിൽ ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ 430 സംവത്സരം എന്നുണ്ട്. അതിനെ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പദം 400 സംവത്സരം പരദേശികളായി അവൻ മിസ്രൈമിൽ പാർക്കുമെന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം കനാനിലും ഈജിപ്തിലുമായെന്ന. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ യാക്കോബ്യ സന്തതി കനാനിൽ ഈജിപ്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള ആ കാലഘട്ടം 215 കൊല്ലം. അതിനുശേഷം ഈജിപ്തിലേക്ക് പ്രവേശിച്ച് അനന്തരം മോശയുടെ നേതൃത്വത്തിൽ മടങ്ങി വരുന്നത് വരെയുള്ള കാലഘട്ടം 215 കൊല്ലം. അങ്ങനെ 430 സംവത്സരമാണ് ആ കാലഘട്ടം. ഇതിൽ 215 കൊല്ലത്തെ ഈജിപ്ത് പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം കണ്ട മനുഷ്യനാണ് മോശ. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി വെളിപ്പെടാതിരിക്കാനാണ് അവന്റെ ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ശത്രു പദ്ധതികൾ ഒരുക്കിയത്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ദൈവമക്കളെ, ദൈവിക വാഗ്ദത്തമുള്ളവനെതിരെ പോരാട്ടത്തിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ അനുഭവങ്ങൾ ശത്രു ഒരുക്കി വിടുകയാണ്. അവനെ വാഗ്ദത്തത്തിൽ എത്തിക്കാതിരിക്കാൻ, വാഗ്ദത്തം നിവർത്തി അവനിൽ കൂടെ വെളിപ്പെടാതിരിക്കാൻ ശത്രു മുഴു പദ്ധതിയും മെനഞ്ഞതിന്റെ നടുവിൽ കരുത്തുള്ള ഒരു കരം അവന് വേണ്ടി ചലിച്ച ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തി അവനിൽ കൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ പറയാം: നിങ്ങൾക്കെതിരെ ശത്രു എത്ര പ്രബലപ്പെട്ടാലും വാഗ്ദത്തമുള്ള നിന്റെ ജീവിതം വാഗ്ദത്ത നിവർത്തി കാണേണ്ടതിന് കരുത്തുള്ള ഒരു കരം നിന്നെ പിടിക്കാൻ കരുതുന്നവനായി, അവൻ കഴിവുള്ളവനായി നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്നവനാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഈ രാത്രി ഒരു സന്ദേശം ആ ഭാഗത്ത് പറയുക. അങ്ങനെ മോശ ജനിച്ചു വളർത്തപ്പെടുവാൻ തുടങ്ങുമ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ മോശയെ സൂക്ഷിക്കുവാൻ കഴിയാതൊരു ഞാങ്ങട പെട്ടകമുണ്ടാക്കി. ഞാങ്ങടയുടെ പെട്ടകമുണ്ടാക്കി പശയും കീലും തേച്ച് അവൻ നൈൽ നദിയിൽ ഞാങ്ങടയുടെ ഇടയിൽ കൊണ്ടുവച്ചെന്ന. നൈൽ നദിയിൽ കൊണ്ടുവച്ചെന്നല്ല, നൈൽ നദിയിൽ തന്നെ ഞാങ്ങടയുടെ ഇടയിൽ കൊണ്ടുവച്ചെന്ന. അതിനകത്ത് ഒരു അർത്ഥമുണ്ട്. 68-ാം സങ്കീർത്തനം പറയുന്നത് ഞാങ്ങടയുടെ ഇടയിൽ ദുഷ്ടജന്തുക്കളുണ്ടെന്ന. വാഗ്ദത്തമുള്ളവൻ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ച സ്ഥലവും അത്ര സുരക്ഷിതമായിരുന്നില്ല. പക്ഷെ അതിനകത്തും വാഗ്ദത്തം ചെയ്തവന്റെ വിശ്വസ്തത ആ മനുഷ്യന് വേണ്ടി ചലിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം: നീ കടന്നു പോകുന്ന സകല മണ്ഡലങ്ങളും നിനക്ക് അനുകൂലമല്ല. നീക്ക് അനുകൂലമെന്ന് തോന്നുന്ന മേഖലകൾ പോലും പ്രതികൂലമായി ചലിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിനകത്ത് ഇന്ന് രാത്രിയിലും ഒരു അസാധാരണ സംരക്ഷണം ഒരുക്കി നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് വാഗ്ദത്തം ചെയ്ത ദൈവം. സ്തോത്രം. ശ്രദ്ധിക്കൂ, മോശ വളരുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്നത് മിസ്രൈമിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം തിരഞ്ഞെടുത്തു.
അപ്പൊ താൽക്കാലികമായ പാപഭോഗങ്ങൾ ഈ മനുഷ്യൻ വേണ്ടെന്ന് വെച്ചു. വളർന്നു വരവേ ദൈവം അവനെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. ദൈവം വിളിച്ച അന്നു മുതൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ അവനുണ്ട്, ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട്. നമുക്കറിയാലോ മോശ വിളിച്ചതിനെ കുറിച്ച്, അതിനൊക്കെ വിശദീകരണം എടുക്കേണ്ട, അത് പറയാതെ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് വിട്ടുപോകുക. സീനായി പർവ്വതത്തിന്റെ മുകളിൽ ഉൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ആദ്യത്തെ എൻകൗണ്ടർ ശുശ്രൂഷ കൈമാറാൻ ദൈവം നൽകി. അന്ന് മുതൽ ഈ മനുഷ്യൻ ദൈവത്തിന്റെ വടിയുമായി യാത്ര ചെയ്യുകയാണ്. ഈജിപ്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ അത്ഭുതങ്ങളുടെ ശുശ്രൂഷകൾ അവൻ ചെയ്തു. ജനത്തെ വിടുവിച്ചു, ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ യാത്ര ചെയ്യുക. ഈ യാത്ര ചെയ്യുന്ന മോശയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത ചെറുതായിരുന്നില്ല. അപ്പോ ജനിച്ചപ്പോൾ മുതലുള്ള വിശ്വസ്തത, അവൻ വിളിച്ചു വേർതിരിച്ചു വേലക്കാക്കിയപ്പോൾ വിശ്വസ്തത കുറയാതെ ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത മോശയുടെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്നു. നമുക്കറിയാം, ഒന്നാമത് രഫീദീമിൽ പാളയം ഇറങ്ങിയപ്പോൾ ജനത്തിന് വെള്ളം കിട്ടാതെ ജനം വലഞ്ഞ് മോശക്കെതിരെ പിറുപിറുത്തു. മോശ പറയുക, ഈ ജനത്തിന് വെള്ളമില്ലാത്തോണ്ട് എനിക്കെതിരെ പിറുപിറുക്കുന്നു. ദൈവം അവനോട് പറഞ്ഞു, മോശ നീ കേട്ടത് പിറുപിറുപ്പ് മാത്രമല്ല കേട്ടോ, നിനക്കറിയാത്തൊരു സാധനമുണ്ട്, അവർ നിന്നെ എറിയാൻ കല്ലെടുത്തേക്കുന്നുണ്ട്. അപ്പോ മോശ കാണാതെ ഒരു കയ്യിൽ കല്ലും മറച്ചു പിടിച്ച് മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോ സ്വർഗം അവന്റെ പ്രതിസന്ധി കണ്ടിട്ട് പറയാം, മോശ അവരുടെ കൈ കല്ലുണ്ട്. ഇന്ന് രാത്രി അടുത്ത ദൂത് കേട്ടോ, ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലേ, നിനക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ നീ കാണുന്നില്ലെങ്കിലും നിനക്കെതിരെയുള്ള പ്രതിസന്ധികളെ കാണുന്ന ഒരുവൻ നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്നുള്ളത് ഈ രാത്രി മറന്നു പോകരുത്. നിന്റെ പ്രതികൂലങ്ങളെ നിനക്കറിയില്ല, നിന്റെ വേദനകൾ, നീ ഫേസ് ചെയ്യാൻ പോകുന്ന വല്ലാത്ത വൈതരണികൾ നിനക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രി സകലവും നഗ്നവും മലർന്നതുമായി അവന്റെ സന്നിധിയിൽ കിടക്കുന്നത് കൊണ്ട് അവൻ സകലവും ഈ രാത്രി അറിയുകയാണ്. നിന്റെ പ്രതികൂലം അവൻ അറിയുന്നു, നിന്റെ പ്രതിസന്ധി അവൻ അറിയുന്നു. മോശയ്ക്ക് വേണ്ടി ദൈവം ഇടപെട്ടു. ദൈവം മോശ വിടുവിച്ചു. അതിൽ മുന്നോട്ട് പോവുക. ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പല ആവർത്തി മോശ പ്രതിസന്ധി അനുഭവിച്ചു ജനത്തിൽ നിന്ന്. ഒരു പ്രാവശ്യം 250 പേരടങ്ങുന്ന ഒരു സംഘം തന്നെ മോശയ്ക്കെതിരെ കൂടി. അവർക്കെതിരെ പുതുപിടുത്തു. മോശയ്ക്ക് മാത്രമുള്ള ശുശ്രൂഷ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റിയതല്ലേ? എന്നാ പരിപാടിയാന്നറിയാമോ? തമ്പുരാൻ ചെയ്ത പരിപാടി, മരിക്കാതെ ശവോടെ കൊടുത്തു. ഭൂമി നിന്നതിപ്പിൽ പിളർന്നിട്ട് 250 എണ്ണം അങ്ങ് ഇറങ്ങി പോകുകയായിരുന്നു. അപ്പോൾ മോശയോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത മനസ്സിലാകുന്നു. പോരാ, മോശയ്ക്ക് ജനത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല പ്രതികൂലം, സ്വന്തം വീട്ടിനകത്തുന്നുണ്ട്. ചേട്ടനും പെങ്ങളും കൂടെ മോശയ്ക്കെതിരെ പ്രതിസന്ധി ഉണ്ടാക്കി. പറഞ്ഞു തുടങ്ങിയത് സിപ്പോറയുടെ കളറിന്റെ കാര്യമൊക്കെയാ. കൂശസ്ത്രീ നിമിത്തം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത്, വേദപുസ്തകത്തിൽ എഴുതി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ മിരിയാം പിറുപിറുത്ത് തുടങ്ങിയത് നാത്തുവിന്റെ പേരും ഒക്കെ പറഞ്ഞ നാത്തും പോരെടുത്തോണ്ടാ തുടങ്ങിയത്. പക്ഷെ അതൊന്നും അല്ല അടിസ്ഥാന കാരണം. തുടക്കം വായിക്കുമ്പോ നാത്തും പോരാന്ന് തോന്നും. പക്ഷെ അടുത്ത പദത്തിൽ പറയുകയാണ്, മോശയെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളോ? മിരിയാമേ, നീ എന്താ അങ്ങനെ ചോദിച്ചേ? നിന്നെ വിളിച്ചിട്ടില്ലേ? നിങ്ങൾ പ്രവചന പുസ്തകം പഠിച്ചു നോക്കണം. മോശ മാത്രമായിരുന്നില്ല ലീഡർ. മോശയെയും അഹരോനെയും മിരിയാമിനെയും ലീഡർഷിപ്പിലാക്കി വെച്ചു എന്ന പ്രവചന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും അവന്റെ ശുശ്രൂഷക്കെതിരെ അവർ പേർപെടുത്തു. ദൈവം ഇറങ്ങി വന്നിട്ട് പറയാ, മോശയെ നീയും അഹരോനും മിരിയാമും എന്റെ സന്നിധി വരണം. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയല്ല എന്റെ ദാസനായ മോശയോട്. ഞാൻ നിങ്ങളോട് മറവിരലായി സംസാരിക്കുന്നു. എന്റെ ദാസനായ മോശയോട് ഞാൻ മുഖാമുഖം സംസാരിക്കുന്നു. അപ്പൊ വിഷയങ്ങളിൽ അടിയന്തരമായി ദൈവം ഇടപെട്ടു നടത്തുന്ന ഒരു ഭക്തൻ. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ചിന്ത. 2,
ഒരിക്കൽ മോശ ദൈവത്തോട് പറയാം, മോശ പറയാ, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറയാം, മോശ കാര്യമൊക്കെ ശരിയാ, ഞാനാ നിന്നെ വിളിച്ചത്, ഞാനാ നിന്നെ അഭിഷേകം ചെയ്തത്, ഞാനാ ശുശ്രൂഷ തന്നത്, പക്ഷെ നിനക്ക് എന്നെ കാണാൻ പറ്റുകയല്ല, നിനക്ക് എന്നെ കാണാൻ പറ്റുകയല്ല. നീ എന്നെ കണ്ടാൽ നീ മരിച്ചു പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യ, നീ ആ പാറയുടെ പിളർപ്പിലോട്ടിരുന്നു, ഞാൻ അതുവഴി കടന്നു പോകും, ഒരു വെളിച്ചം നിനക്ക് കാണാം. സ്തോത്രം. അങ്ങനെ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പറ്റില്ലെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ അതേ ദൈവം മിര്യാമും അഹരോനും പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, എന്റെ ദാസനായ മോശയോട് ഞാൻ മുഖാമുഖം സംസാരിക്കുന്നു, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ. അതിന്റെ അർത്ഥം എന്നാ? ദൈവം ആദ്യം പറയുന്നത്, മോശ നിനക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, നീ അത്രയ്ക്ക് വിശുദ്ധിയിലേക്ക് വന്നിട്ടില്ല, നീ എന്നെ കാണാൻ നീ മരിച്ചു. പക്ഷെ ഇപ്പൊ ദൈവം പറയാതെ മോശയും ഞാനുമായിട്ട് മനുഷ്യൻ സംസാരിക്കുന്നു, മുഖാമുഖം സംസാരിച്ചു. അതിന്റെ അർത്ഥം എന്നാ? മോശയുടെ വിശുദ്ധി കുറവിലേക്ക് വിശുദ്ധനായ ദൈവത്തിനും അത്ര വിശുദ്ധിയില്ലാത്ത മോശയ്ക്കും തമ്മിൽ കണ്ടാൽ മോശ മരിച്ചു പോകുമെങ്കിൽ, ഇപ്പൊ ദൈവം മോശയും കൂടെ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധി കുറഞ്ഞെന്നാണോ? അല്ല, ദൈവത്തിന് മുഖം കാണത്തക്ക നിലയിലുള്ള വിശുദ്ധിയിലേക്ക് മോശ ഉയർന്നെന്ന് തന്നെ ചിന്തിക്കണം. കാര്യം ദൈവത്തിന് വിശുദ്ധി കുറയാൻ പറ്റുകയല്ല. അപ്പൊ ദൈവത്തിന്റെ മുഖം കാണത്തക്ക നിലയിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് മോശ ഉയർന്നു. ഇനിയും അവന്റെ കരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അവന്റെ ജീവിതത്തിൽ ദൈവിക എൻകൗണ്ടർ നടക്കുന്നു. ഇനി ഒരു പദം കൂടെ പറയാം, മോശ പ്രാർത്ഥിക്കാൻ, നിന്റെ സാന്നിധ്യം ഇല്ലാതെ ഞങ്ങളെ അയക്കരുത്. അപ്പോ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ മോശ നടക്കുന്നു. ഏറ്റവും വലിയ ചിന്ത, മോശ മരിച്ച സമയത്ത് ദൈവം അവനെ അടക്കിയതാ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ തമ്പുരാൻ ആരെ അടക്കിയിട്ടില്ല? മോശ മാത്രം. എനിക്ക് ആ പദം പഠിക്കുമ്പോഴൊക്കെ ഒത്തിരി ചിന്തകൾ വരാറുണ്ട്. നമ്മുടെയൊക്കെ ചിലർക്ക് അടക്കാൻ സെൻട്രൽ പാസ് വന്നില്ലെങ്കിൽ ഭയങ്കര ഭാരമാ. സ്തോത്രം. അടക്കുന്നതല്ല സെൻട്രൽ പാസ് വിളിച്ചൊക്കെ, ജനറൽ പ്രസിഡന്റിനെ കൂടെ അടക്കുന്ന എന്തോ വലിയ പദവിയാണ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, ദൈവം അടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ വിടുന്നു. ഓ, ലോക ചരിത്രത്തിൽ ഒരു ശവമടക്കം ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മോശയുടേതാണ്. അപ്പൊ ആ മനുഷ്യനുമായുള്ള ദൈവത്തിന്റെ ബന്ധം മനസ്സിലായോ? ഇത്രക്കാഴമുള്ള ബന്ധം ദൈവവുമായി സൂക്ഷിക്കുകയും ആ ബന്ധത്തിന് ആമേൻ പറഞ്ഞ ഒരു ദൈവവും ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകവേ, മോശ 90-ാം സങ്കീർത്തനം എഴുതിയപ്പോ പറയുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഇത്ര ദൈവമുഖം കാണാനുള്ള വിശുദ്ധിയിലേക്ക് ഉയർന്ന മോശയിൽ രഹസ്യ പാപമോ? ഇത്രയും വിശുദ്ധിയിൽ ജീവിച്ച ഈ മനുഷ്യനിൽ അകൃത്യമുണ്ടോ? ഇല്ലെങ്കിൽ മോശ അത് പറയുമോ? നിശ്ചയമായും ഈ രാത്രിയിൽ ദൈവമക്കളോട് ഞാൻ പറയാം, മോശ പറഞ്ഞത് തെറ്റല്ല. ഭക്തനായിരിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ പാപമുണ്ട്, അവന്റെ ജീവിതത്തിൽ രഹസ്യ പാപമുണ്ട്, അകൃത്യമുണ്ട്. ഇത് ഒന്നാമത്തെ വ്യക്തിത്വം. രണ്ടാമത്തെ വ്യക്തിത്വത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാമത്തെ അധ്യായം 14 മുതലുള്ള വേദഭാഗം. റോമാലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 14 മുതലുള്ള വേദഭാഗം വായിക്കാമോ? അത് വായിക്കുന്നില്ല, ഞാൻ വായിച്ചോളാം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നു. ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കും. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല.
ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രയേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണും. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. സ്തോത്രം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആറൊഴുകി. ഈ വേദഭാഗം നമുക്കറിയാം. ധന്യനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ എഴുതിയ വേദഭാഗം. പൗലോസ് എന്താ എഴുതുന്നത്? ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ പൗലോസ് തന്റെ ജീവിതത്തെ തുറന്ന് സമ്മതിക്കുക. പൗലോസ് തന്റെ ജീവിതത്തെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ വിലയിരുത്തുന്നത് പോലെ വ്യക്തമാക്കുക. ആരാ പൗലോസ്? നമുക്കറിയാം, ജാതികളുടെ വിടുതലായി ദൈവം കണ്ട അപ്പോസ്തലൻ. വിളിച്ച അന്നു മുതൽ പൗലോസിനെ അപ്പോസ്തലത്വത്തിന്റെ ശ്രേഷ്ഠതയിൽ ദൈവം നടത്തുക. പൗലോസ് തന്നെ പറയുന്ന ഒരു പദം, ഐ ആം ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഞാന് ഒടുക്കം വന്നവനാ, പക്ഷെ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ അപ്പോസ്തലന്മാരിൽ പ്രധാനികളോടൊപ്പം നിൽക്കുന്ന നിലയിൽ ദൈവം എന്നെ നടത്തുന്നവനാണ്. ഇനിയും ശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസിനെ പോലും തിരുത്താനുള്ള വചനനിശ്ചയമുള്ളവൻ പൗലോസ്. ന്യായപ്രമാണത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് നന്നായി അറിയാവുന്ന പൗലോസ്. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ ഏറ്റവും ശക്തമാണ്. തന്റെ അടുക്കൽ ഒരു വെളിച്ചപ്പാടത്തിയുടെ ആത്മാവുള്ള സ്ത്രീ വന്നിട്ട് പറയുകയാണ്, ഇതാ അത്യുന്നതന്റെ ദാസന്മാർ രക്ഷാമാർഗം പ്രഘോഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവരൊരു ദൂത് പറഞ്ഞാൽ നമ്മളെന്നാ ചെയ്തേനെ? വേറൊന്നുമല്ല, വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കൊടുക്കും. എന്നെ കറക്റ്റ് ദൂതല്ലേ പറയുന്നത്. പക്ഷെ പൗലോസ് മുഷിഞ്ഞു അവളുടെ ഭൂതത്തെ ശാസിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഏതാത്മാവാണെന്ന്, ദൂത് കറക്റ്റാണെങ്കിലും ഏതാത്മാവാണെന്ന് വിവേചിക്കാനുള്ള ദൈവകൃപയ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ ലുസ്രയിൽ വെച്ച് നേരിട്ട പ്രതിസന്ധി അപ്പോസ്തല പ്രവൃത്തി 14 എഴുതിയിട്ടുണ്ട്. താൻ ഗലാത്യ പട്ടണത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അവനെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ കല്ലെറിയുന്നതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ലുസ്രയിലേക്ക് 28 മൈൽ ഈ മനുഷ്യൻ ഓടി. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തരായ ഒരു മനുഷ്യൻ സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ പൗലോസ് അവനെ സൗഖ്യമാക്കി. അങ്ങനെ സൗഖ്യമാക്കിയപ്പോൾ ഒരു പട്ടണക്കാർ എറിയാതിരിക്കാൻ ഓടി 28 മൈൽ ഓടി ലുസ്രയിലെത്തിയ ആ മനുഷ്യനെ അവിടെ വെച്ച് 4 ഗ്രൂപ്പുകാർ കല്ലെറിഞ്ഞു. 4 ഗ്രൂപ്പുകാർ കല്ലെറിഞ്ഞിട്ട് പൗലോസ് മരിച്ചവനെ പോലെയായി. മരിച്ചെന്നവർ തീരുമാനിച്ചു. നീ എറിഞ്ഞതാരാ? യഹൂദന്മാരാ. അവന്മാരുടെ പ്രത്യേകത എന്നാ? ഒരു കൈ ന്യായപ്രമാണം വെച്ചോണ്ട് മറുകൈ കൊണ്ട് എറിയുന്നവന്മാരാ. എന്നീ ഒന്നുകൂടെ പറഞ്ഞാൽ ഇവന്മാരുടെ രീതിയെ എറിഞ്ഞു കൊല്ലുന്നതാ. സ്തോത്രം. ആകാനെ എറിഞ്ഞു കൊന്നവന്റെ മക്കളാണ് ഇപ്പൊ പൗലോസിന്റെ അടുക്കൽ നിൽക്കുന്നത്. ശ്രദ്ധിച്ചടേ, യേശുവിന്റെ അടുക്കൽ ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോ ഒരു കൈ പുസ്തകം വെച്ച മറുകൈയിൽ കല്ലും കൊണ്ട് വന്നതാ. എന്തിനാ? എറിയാൻ. എറിഞ്ഞു കൊല്ലുന്നത് ന്യായപ്രമാണത്തിന്റെ സിസ്റ്റമാണ്. അവന് എറിഞ്ഞ കൊന്നേ തീരും. അങ്ങനെയുള്ള യഹൂദന്മാർ പൗലോസിനെതിരെ കല്ലെറിഞ്ഞു. 4 ഗ്രൂപ്പ്. പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പട്ടണത്തിലെ ഒരു ഗാർബേജ് ബോക്സിന്റെ മൂലക്കിട്ടു. എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ചണ്ടിക്കൂമ്പാരത്തിനകത്ത് കൊണ്ടിട്ടു. അടുത്ത അധ്യായത്തിൽ വായിക്കുന്ന പിറ്റേന്നാൾ
പൗലോസ് അടുത്ത പട്ടണത്തിൽ നിന്ന് സുവിശേഷം പറയും. എന്ത് മനസ്സിലായി? മരിക്കത്തക്ക നിലയിൽ ഏറുകൊണ്ട ഒരു മനുഷ്യൻ പിറ്റേന്ന് രാവിലെ പോയി സുവിശേഷം പറയും. വെറുതെ പോകുന്ന സമയത്ത് കാല് തട്ടി വീണാൽ 2 ദിവസം എടുക്കും ശരീരത്തിന് വേദന പോകാൻ, മുറിയണമെന്നില്ല. അങ്ങനെയാണ് മരിക്കത്തക്ക നിലയിൽ കല്ലേറ് കൊണ്ടവന്റെ ശരീരത്തിൽ എത്തെല്ലാം പരിക്കുകളുണ്ട്. പിറ്റേന്ന് രാവിലെ എങ്ങനാ പൗലോസെ നീ ശുശ്രൂഷിക്കുന്നേ, എങ്ങനാ നീ കവലപ്രസംഗം നടത്തുന്നേ? ഞാൻ മനസ്സിലാക്കിയ ഒരു ചിന്ത പറയാം. മരിച്ചെന്ന് ലോകം വിധി എഴുതി വലിച്ചിഴച്ച് റോഡെ കൂടെ കൊണ്ടുപോയി ഗാർബേജ് ബിന്നിനകത്ത് കളഞ്ഞ ഈ മനുഷ്യന്റെ ശരീരത്തിൽ വ്യാപരിച്ചിരുന്ന ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ആ ഒറ്റ രാത്രി കൊണ്ട് ആ അഭിഷേകം അവനെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ ഇങ്ങനെ പറയാം, അവൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കത്തക്ക അഭിഷേകത്തിന്റെ ചാലക ശക്തി ജീവിതത്തിൽ വഹിച്ചിരുന്നവനാണ് പൗലോസ്. തന്റെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു മാറിപ്പോകാൻ. പൗലോസിനോട് ദൈവം പറയാ, പൗലോസെ ഞാനത് മാറ്റുകയല്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താ അതിന്റെ അർത്ഥം? പൗലോസ് പ്രാർത്ഥിച്ചാൽ പലതും നടക്കുമായിരുന്നു, പക്ഷേ അവന്റെ രോഗം മാറിയില്ല. പകരം അവന്റെ മേൽ കൃപ പകർന്നു. എന്തിനാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകുമെന്ന്. ഹല്ലേലൂയ. സ്വർഗം ഭയപ്പെട്ടിട്ട് അവന്റെ ശരീരത്തിൽ ഒരു പിശാചിന്റെ സാത്താന്റെ ദൂതനെ ദൈവം അനുവദിച്ചു. അതിന്റെ അർത്ഥം എന്നാ? പൗലോസിന്റെ വെളിപ്പാടിൽ സ്വർഗത്തിന് പോലും ആ വെളിപ്പാടിന്റെ ആധിക്യം കണ്ടിട്ട് അത് കൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക സ്വർഗത്തിലെ ദൈവത്തിന്, ഈ വെളിപ്പാട് കൊടുത്ത ദൈവത്തിന്. പിശാചുമായിട്ട് ഒരു നിലയും കോംപ്രമൈസ് ചെയ്യാത്ത ദൈവം ഈ വിഷയത്തിൽ പിശാചിനെ അനുവദിച്ചു. പിശാചിനെ, സാത്താന്റെ ദൂതനെ പൗലോസിനെ കുത്താൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ അർത്ഥം എന്നാ? അത്രയ്ക്ക് വെളിപ്പാട് ഈ മനുഷ്യനുണ്ട്. അത്രയ്ക്ക് വെളിപ്പാട് ജീവിതത്തിൽ ആഴമായി അനുഭവിക്കുന്ന കൊണ്ടു നടക്കുന്ന മനുഷ്യൻ കഴിഞ്ഞിട്ടില്ല. എഫേസോസ് പട്ടണത്തിലെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ അർദ്ധരാത്രി വരെ പ്രസംഗം നൽകുമ്പോൾ യൂത്തിക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ആ ജനലിലിരുന്ന് പ്രസംഗം കേട്ട് ഉറങ്ങി താഴെ വീണ് മരിച്ചു. ഞങ്ങളായിരുന്നെ സമയമാരത്തിൽ പാടിക്കൊണ്ടുപോയി അടക്കിയേനെ. പൗലോസ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തിരികെ കൊടുത്തെന്ന എന്ന് പറഞ്ഞാൽ മരിച്ചവനെ ഉയർപ്പിക്കുന്ന അഭിഷേകം കൊണ്ടു നടന്ന മനുഷ്യൻ. മനസ്സിലാവുന്നു? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള, അപ്പോസ്തലന്മാരെ തിരുത്താൻ കരുത്തുള്ള, തന്റെ ശരീരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ അതിജീവിക്കുന്ന അഭിഷേകം വഹിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഈ ഭക്തൻ പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യാൻ ഇച്ഛയുണ്ട്, പക്ഷേ എല്ലാം കൂടെ ചെയ്തു പിടിച്ചു വരുമ്പോ തിന്മയാ. അതെന്താണ്? എന്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപം. അപ്പോ ഈ മനുഷ്യൻ ചെയ്യുന്നത് മൊത്തം ആത്മീയ ശുശ്രൂഷയാണ്. ഈ മനുഷ്യൻ പറയുന്നത് മൊത്തം ദൈവവചനമാണ്. ഈ മനുഷ്യൻ ദൈവകൃപയിൽ വർദ്ധിച്ചു മുന്നോട്ട് പോകുന്ന അഭിഷേകമുള്ളവനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ ആഗ്രഹം മുഴുവൻ ദൈവത്തിന്റെ പ്രസാദിപ്പിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുവാനാണ്. പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ അറിയാതെ പുറത്തു വരിക. ഞാനതിനെ മനസ്സിലാക്കാൻ വിളിച്ചത് പറയാം. നമ്മളെന്നല്ല, നമ്മളത് പറയാൻ പറ്റുമല്ലോ. നിങ്ങള് ഏറ്റവും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തിൽ ചെന്നുപെടാൻ കർത്താവ് ഒരു അവസരം നൽകിയല്ലോ. സ്തോത്രം. നിങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വരുമ്പോ അതൊരു ആശ്വാസമാണ്. ശ്രദ്ധിക്കണേ, ഇതിനകത്തിരിക്കുന്ന അത്യാവശ്യം ആൾക്കാരും ഇംഗ്ലീഷ് പറയുന്നവരാ. മലയാളികളാണ്, നമ്മുടെ മദർ ടങ് ഇംഗ്ലീഷ് അല്ലെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മൾ പറയും. ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ IELTS OET ഒക്കെ എഴുതി ആ രാജ്യത്ത് നിന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് പിടിച്ചു നിൽക്കുക നമ്മള്. പക്ഷേ അവർ ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് തമ്മിൽ വ്യത്യാസം കണ്ടിട്ടുണ്ടോ? സ്തോത്രം.
അവര് ചറപറാന്ന് ഇംഗ്ലീഷ് പറഞ്ഞു, ഒരു ചിന്തയില്ല. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മളും ഇംഗ്ലീഷ് നന്നായി പറയും, പക്ഷെ അകത്ത് മലയാളം ഇട്ട് ഉരുട്ടി മനസ്സിലാകുന്നില്ലയോ? നമ്മളിത് പറയുമ്പോഴും അകത്ത് മലയാളമാണ് കിടക്കുന്നത്, പുറത്തോട്ടുള്ളത് മൊത്തം ഇംഗ്ലീഷാ വരുന്നത്. പക്ഷെ അകത്ത് മലയാളമാ. അതിന്റെ അതിന്റെ ഗ്രാമറും ഒക്കെ പിടിപ്പിച്ച് അതിന്റെ വ്യാകരണവും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു വിധത്തിൽ നമ്മളിത് പുറത്തേക്ക് വിടുക. ചോദ്യം, എന്താ അകത്ത് കിടക്കുന്ന മലയാളം, പുറത്തേക്ക് വരുന്നോ ഇംഗ്ലീഷ്. മനസ്സിലാകുന്നില്ലയോ? ഇത് തന്നെ ആത്മീയ ജീവിതത്തിലും. പുറത്തോട്ട് പറയുന്നത് എന്താ? ആത്മീയം. ഒരു വിഷയം ഉണ്ടായാലോ, ബ്രദറെ പേടിക്കേണ്ട, ദൈവം വിടുവിക്കും. ഒരു സഹോദരനെ കണ്ട ധൈര്യപ്പെടുത്താൻ, പ്രത്യാശയിൽ ഉറപ്പിക്കാൻ എന്നെ കഴിവാ. ഇതെല്ലാം ചെയ്യും, പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആത്മീയം. കൂട്ടായ്മ പോയാൽ ആത്മീകം, പക്ഷേ അകത്തോ പഴയ മനുഷ്യൻ. പൗലോസ് പറയുക, ഞാൻ നന്മ ചെയ്യാനാ എനിക്ക് ഇച്ഛ, പ്രവർത്തിക്കുന്ന മൊത്തം നന്മ ചെയ്യണമെന്നാ, ചിന്തിക്കുന്ന മൊത്തം നന്മ പ്രവർത്തിക്കണമെന്നാ. പക്ഷെ എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോ ഗ്രാമർ മിസ്റ്റേക്കുള്ള ഇംഗ്ലീഷ് പറയുന്നത് പോലെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പ്രശ്നം വന്നുകൂടുക. ഇതിനെ അവൻ പേരിട്ട് വിളിച്ചത് അവയവങ്ങളിൽ പോരാടുന്ന പാപമെന്ന. ഇത് രാത്രി ദൈവമക്കളെ, ഇത്രയും ശക്തനായ പൗലോസ് അന്നിൽ പാപം വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അധികം രക്തത്താ ജയം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസത്തിൽ ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന ബിനോയ്ച്ചാലും ഒക്കെ ഏറെ ബഹുമാനിക്കുന്ന കർത്തദാസനുണ്ട്. കർത്താവിനദാസൻ പാസ് PT തോമസ് എന്ന് പറയും, കോട്ടയത്തുള്ളതാ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ദേഷ്യം വരുന്നുണ്ടോ എന്നിട്ട് ചോദിച്ചിട്ട് അദ്ദേഹം പറയും, ദേഷ്യം വരണം, ദേഷ്യം വരണം, ദേഷ്യം വന്നെങ്കിലേ കാര്യമുള്ളെന്ന്. അതെ, ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ പദം ഞാൻ കടമെടുത്ത് പറയാം, ദേഷ്യം വരണം. എന്നോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. ഇന്ന് രാത്രി നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയ. പുറത്തെല്ലാം ആത്മീകത മാത്രം പറഞ്ഞ് ദൈവഹിതമല്ലാത്ത പാപത്തിന്റെ ചിന്തകളെ താലോലിക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ നമുക്കുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവിടെയാണ് ആദ്യത്തെ ക്രമീകരണം നടക്കേണ്ടത്. അവിടെയാണ് ആദ്യം മാറ്റം വരേണ്ടത്. പൗലോസിൽ പാപമുണ്ടെങ്കിൽ, മോശയിൽ പാപമുണ്ടെങ്കിൽ, നമ്മളിൽ എത്രയധികം. പൗലോസ് പറയുന്ന പദം കേട്ടോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. ആ പദം പൗലോസ് പറയുമ്പോൾ അതിന് പശ്ചാത്തലം കൂടെ ഉണ്ട്. പാപം എന്നതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. 5 ഗ്രീക്ക് പദങ്ങളാണ് പാപം എന്നതിന് ബൈബിളിലുള്ളത്. ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹമാർട്ടിയ എന്ന പദം. ഹമാർട്ടിയ അതെല്ലാവർക്കും അറിയാം. എന്നാൽ രണ്ടാമത്തെ ഒരു പദമുണ്ട്, പാരപ്റ്റോമ. പാരപ്റ്റോമ. മൂന്നാമത്തെ പദം എസേബിയ. നാലാമത്തെ പദം അനോമിയ. അഞ്ചാമത്തെ പദം അഡിക്കിയ. ഇതിൽ പാരപ്റ്റോമ എന്ന പദം നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ ശവത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിക്കുന്ന പദമാണ് പാരപ്റ്റോമ. ശ്രദ്ധിക്കണേ, പൗലോസ് ഈ പദം പറയുമ്പോൾ ആ ആശയത്തിൽ കൊണ്ടുവന്നത് ശ്രമിക്കുന്നത്. റോമൻ ശിക്ഷാരീതികളിൽ ഒരു രീതി, ഒരുവനെ രാഷ്ട്രീയ തടവുകാരനായി പിടിച്ചാൽ മരിച്ച ശവത്തോട് ചേർത്തു ബന്ധിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഇടും. കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഇന്ന് പച്ച മനുഷ്യന്റെ ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന ശവശരീരത്തിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ പുഴുക്കൾ വമിക്കാൻ തുടങ്ങും. ആ പുഴുക്കൾ മരിച്ച മനുഷ്യന്റെ ശരീരത്തിലെ മാംസം കാർന്നു തിന്നും. തന്റെ അസ്ഥികളിലെ അവസാന മാംസ കഷ്ണവും ഭക്ഷിച്ച അനന്തരം ആ പുഴുക്കൾ ആ ശരീരത്തോട് ചേർത്തു ബന്ധിച്ചിരുന്ന ജീവനുള്ള ശരീരത്തെ പിടിമുറുക്കും. അങ്ങനെ ജീവനുള്ള ശരീരത്തെ പുഴുക്കൾ കാർന്നു തിന്നാൻ തുടങ്ങുമ്പോൾ അതിഭീകരമായ ഒരു വേദന ആ മനുഷ്യൻ അനുഭവിക്കും.
അങ്ങനെയുള്ള വേദനയിൽ പിടഞ്ഞു പിടഞ്ഞു പിടഞ്ഞ് പ്രാണൻ വിടണം. ഇതാണ് റോമൻ ശിക്ഷാരീതി. അങ്ങനെ ശിക്ഷിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ആ പുഴുക്കളുടെ ആക്രമണത്തെ നേരിടുമ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴമെന്തോ, ആ ആഴത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആഴത്തിന്റെ നടുവിൽ പുഴുക്കളുടെ ആക്രമണത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ വ്യക്തി ആ വേദനയുടെ നടുവിൽ അയ്യോ എന്ന് വിളിക്കുന്ന ആ പദമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ പൗലോസെ? ജീവിതത്തിൽ നന്മ ചെയ്യാൻ മാത്രം ആഗ്രഹിച്ചിട്ട് അറിയാതെ ചെയ്യുന്ന തിന്മ തന്റെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ പൗലോസ് കാണുന്നത് ഗൗരവത്തോടെയാണ്. പച്ചമാംസത്തിൽ പുഴുക്കൾ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ആഴമെന്തോ അതേ ആഴത്തിൽ പൗലോസ് നിലവിളിക്കുക. തന്റെ ജീവിതത്തിൽ വരുന്ന അരുതാത്ത തിന്മകളെ ഓർത്ത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളുടെ നടുവിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? ആ പോട്ട് സാരമില്ലെന്ന്. നോ, ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ കെട്ടഴിയണം. അച്ഛാ, നമുക്ക് സമയം എത്ര സമയാന്ന് പറഞ്ഞില്ല. ഞാനിത് വെച്ച് പിടിച്ചങ്ങ് പോകുക. സമയം കഴിഞ്ഞോ ഒന്ന് പറഞ്ഞേ. ഇല്ല, സമയം കുറച്ചുകൂടി എടുത്തോ, കുഴപ്പമില്ല. ഒന്ന് തുടങ്ങി വെക്കാനെങ്കിലും നമുക്ക് അല്പസമയം. എന്തായാലും നിങ്ങൾ ഉപവാസമാണ്, ഞാൻ രാത്രി ഉറങ്ങാതിരിക്കുകയും ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുകയാണല്ലോ. ഞാൻ വേഗത്തിൽ 2:30 ഇവിടുത്തെ 2:30 നിർത്താം. ഒരു 8 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇന്നത്തെ ചിന്ത അങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. ബാക്കി കർത്താവിന് നാളെ നമുക്ക് ചിന്തിക്കാം. ഈ രാത്രി ദൈവമക്കളെ, പൗലോസ് തന്റെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, ഒരിക്കൽ പോലും തിന്മ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല. അറിയാതെ തന്റെ ജീവിതത്തെ തിന്മയിലേക്ക് തള്ളിവിടുന്ന ആ തന്റെ ഉള്ളിൽ, തന്റെ ശരീരത്തിൽ വസിക്കുന്ന ആ പാപ സ്വഭാവത്തെ കണ്ടുകൊണ്ട് ഭക്തൻ കരയുകയാണ്. ഇന്ന് രാത്രി എന്തിനെ ചിന്ത പറയുന്ന അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി നമ്മുടെ മനോഭാവം അതായി മാറണം. ഒരു കാര്യം ഞാൻ ദൈവങ്ങളോട് പറയാം, ഒരു വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിശ്ചയമായും ദൈവം അത് തരും. പക്ഷേ എങ്ങനെയും നടക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഒരു സൗഖ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രിസ്റ്റൽ ക്ലിയറായി ഉള്ളതുപോലെ സമർപ്പിക്കാൻ തയ്യാറായാൽ, അവൻ ഒരു ശുദ്ധീകരണത്തോടെ അടുത്ത് ചെല്ലാൻ തയ്യാറായാൽ വിടുവിക്കാൻ അവൻ ശക്തനാണ്. ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്ന മനുഷ്യൻ. ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, അവിടെ എന്നെ കർത്താവ് വിടുവിച്ച വിധം ഞാൻ പറഞ്ഞതാ. ദൈവം അത്ഭുതകരമായിട്ട് ഇന്ന് നടത്തുന്നത്. ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്നു. പക്ഷെ തട്ടിപ്പ് രോഗശാന്തി ഒന്നും ദൈവവചനത്തിന്റെ അല്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ രോഗശാന്തി നടത്തുക. ഒരു സഹോദരിയുടെ ഒക്കെ വന്നു ഒരു കൊച്ചിനെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ഇത് മൂത്ത കൊച്ചാന്നോ ഇളയ കൊച്ചാന്നോ? അത് മൂത്ത കൊച്ചാ. എന്തോ അസുഖം? ചെവി കേൾക്കുകയല്ല. ഏത് ചെവിയാ? 2 ചെവി. മനസ്സിലാകുന്നില്ലയോ? ഹല്ലേലൂയ. എന്തിനാ ഇങ്ങനെ തട്ടിപ്പ് കാണിക്കുന്നത്? എന്റെ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ക്ലിയർ ആണോ? ഈ രാത്രി നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുന്നവനല്ല. നമ്മുടെ അപ്പൻ നമ്മെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. 2022 സെപ്റ്റംബർ മാസത്തിൽ ഈ ലോകത്തൊന്നും മാറ്റപ്പെടുമെന്ന് എന്റെ മുഖത്ത് നോക്കി ഡോക്ടർമാർ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ മനുഷ്യനാണ് ഞാൻ. എന്റെ അയോട്ടിക് റൂട്ട് ബ്രേക്കായി. എന്റെ ജീവിതത്തിൽ ആഴമായി ഞാൻ കരഞ്ഞ ഒരു രാത്രിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമോ എന്ന് അവൻ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു സർജറി പോലും ചെയ്യാതെ സെക്കൻഡിന്റെ ഉള്ളിൽ
അവൻ ദൈവിക കരം എനിക്ക് വേണ്ടി ചലിപ്പിച്ചെന്നെ ഇന്നും ബലത്തോടെ നിർത്തിയ ഒരു ദൈവമുണ്ട്. അവൻ സൗഖ്യദായകനാ. ഒരു ഗിമ്മിക്കും വേണ്ട. എന്റെ കർത്താവിന്റെ വിടുതലിന് നാം ക്രിസ്റ്റൽ ക്ലിയറായി ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ജീവിതത്തിന്റെ കുറവുകളെ ഏറ്റുപറയാൻ തയ്യാറായാൽ അവൻ സൗഖ്യമാക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് സമ്മതിക്കണം. ഞാനത് നാളെ തെളിയിക്കും. ഈ പാപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, പാപത്തിന്റെ വാഴ്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പദം ഒന്നും പറയാതിരിക്കാൻ പറ്റുകയല്ല. നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരു പദം കൊണ്ടൊന്ന് പറഞ്ഞു നിർത്താം. 19-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? 19-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. Psalms 19 verses 13. സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. മതി, അവിടെ നിൽക്കട്ടെ. താങ്ക് യു. സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്താ നമ്മളിൽ പാപമുണ്ടോന്നായി ചിന്തിച്ചു വരുന്നേ. ഞാൻ ഒടുവിൽ അത് എന്ത് ചെയ്യണമെന്നോട് പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കുകയുള്ളൂ. പിന്നീട്, ഇന്നല്ല, വരുന്ന ദിവസം. അവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ്: പ്രിസംപ്റ്റുവസ് സിൻ. സ്വമേധാപാപം, പ്രിസംപ്റ്റുവസ് സിൻ. അതന്നെ ഈ സ്വമേധാപാപം. ദാവീദ് പറയാ, സ്വമേധാപാപങ്ങളെ അകറ്റി എന്നെ കാക്കണമേ. അവ എന്റെ മേൽ എന്തോ ചെയ്യരുത്, വാഴരുത്. അപ്പൊ ദാവീദ് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നാ? പാപം, സ്വമേധാപാപം അവന്റെ മേൽ വാഴുന്നു. നമ്മുടെ മേൽ അതുണ്ടോ എന്നാ ചോദ്യം. ദാവീദ് അവിടെ നിൽക്കട്ടെ. നമ്മുടെ മേൽ അതുണ്ടോ? ഒരു തെളിവ് ഇന്ന് രാത്രി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഒന്നാമത്തെ തെളിവ് ബാക്കി നാളെ വായിക്കാം. ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല. പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ഇത് അല്പം വിശദീകരിക്കേണ്ടതാ. സ്തോത്രം. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്താലെന്നല്ല, ചെയ്യാഞ്ഞാൽ. ഇപ്പോ സംസാരിക്കുന്ന ആരുടെ നാമത്തില? യഹോവയുടെ നാമത്തിൽ. പ്രവാചകനാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല. പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. സ്വയംകൃതം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. സ്പോക്കൺ ഇറ്റ് പ്രിസംപ്റ്റുവസ്ലി. അപ്പൊ സ്വയംകൃതമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഇമാജിൻ ചെയ്ത് പറയുക. ഇമാജിൻ ചെയ്ത് പറയുക. ഇമാജിനേഷൻ എന്നൊരു പദമാണ് അതിന്റെ. പ്രിസംപ്റ്റുവസ് സിൻ എന്നതിന് പ്രിസംപ്റ്റുവസ് സിൻ റെയിനിങ് എന്നൊരു പദമാണ്. ഇമാജിനേഷൻ. സ്തോത്രം. പ്രവാചകരൊക്കെ ഈ ഇമാജിനേഷൻ നടത്തുക. ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം, ഞാൻ പ്രവാചക ശുശ്രൂഷ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്ത മനുഷ്യനുണ്ടോ? പ്രവാചകം ഇല്ലെന്നൊന്നുമല്ല. വേദപുസ്തകത്തിൽ 25 കൃപാവരങ്ങൾ ഉള്ളതിൽ വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? 29 കൃപാവരം അല്ല കേട്ടോ. ഒരു സെറ്റ് കൃപാവരങ്ങൾ 9 എണ്ണം കൊരിന്ത്യ ലേഖനത്തിൽ മാത്രമുണ്ട്. വേദപുസ്തകത്തിൽ കൃപാവരങ്ങളുടെ അധ്യായങ്ങൾ എന്ന് പറഞ്ഞ അധ്യായങ്ങൾ വേറെയുണ്ട്. എല്ലാ കൃപാവരങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ 25 കൃപാവരങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കൃപാവരമാണ് പ്രവചനം. സ്തോത്രം. അതുകൊണ്ട് വിശേഷാൽ പ്രവചനവാരം മാറ്റി, വിശേഷാൽ രോഗശാന്തി എന്ന് പറഞ്ഞില്ലല്ലോ. പ്രവചനം ഏറ്റവും ശക്തമാണ്. പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അത് ശ്രേഷ്ഠമാ. പക്ഷേ സ്വയംകൃതമായി പറയുന്നത് പ്രവചനമല്ല. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്ന സമയത്തിന് നിർത്തണോട്ട് ഒത്തിരി വിശദീകരിക്കുന്നത്.
1998 ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ 22ാമത്തെ വയസ്സിൽ വിവാഹത്തിനായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ലോകത്തിന്റെ ഡോക്ടർമാർ വിധി എഴുതി. പക്ഷെ ദൈവം ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിന്റെ ഡോക്ടർമാർ നിന്നെ കൈയൊഴിയും, ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദത്ത സന്തതിയെ തരും. എനിക്ക് 2002 എനിക്ക് എന്റെ മോൻ ജനിച്ചു. 2002 ഫെബ്രുവരി മാസം 2-ാം തീയതി ഫാൻസി ഡേറ്റ് ഓഫ് ബർത്തിൽ അവൻ ജനിച്ചു. സ്വോത്രം. 2003 എനിക്ക് ഒരു മകൾ ജനിച്ചു. 2002 മകനും 2003 എനിക്ക് മകളും ജനിച്ച അനന്തരം ഞാൻ ശുശ്രൂഷയ്ക്കായി പത്തനാപുരത്ത് അസംബ്ലീസ് കോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പ്രവാചകൻ എന്നോട് പറയുക, അടുത്ത വർഷം ആദ്യ മാസങ്ങൾ വിവാഹത്തിന് റെഡി ആയിക്കോളാം. സ്വോത്രം. അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നില്ലയോ? ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും ഭാര്യയുടെ കാര്യവും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കേരളത്തിൽ നടന്ന് ഇന്നും പ്രവചിക്കുന്നുണ്ട്. ഇമാജിനേഷൻ, കൽപ്പിച്ചുകൂട്ടി പ്രായം നോക്കി പ്രവചിക്കുന്നതല്ല ആമേൻ ദൈവത്തിന്റെ പ്രവചനം. അത് പാപമാണ്, നിത്യത പോകുന്ന വിഷയമാണ്. സ്വമേധാപാപത്തിന്റെ വാഴ്ച ഈ കാലഘട്ടത്തിൽ ആത്മീയതയിൽ കാണാൻ കഴിയും. ഇന്ന് രാത്രി നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ പോവുക. പാപത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന ദൈവം നമുക്കിടയാകണം. അല്പം കൂടെ ആഴങ്ങളിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് ദൈവങ്ങളോട് പറഞ്ഞിട്ടേ ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കും. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചാട്ടെ ഒരു നിമിഷം. ദൈവമക്കളെ, സ്വമേധാഭാവം നമ്മൾ വാഴുന്നുണ്ടോ? നാം ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തെ കാർന്നു നിന്ന നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന വല്ലാത്ത പോരുകളുടെ നടുവിൽ ഇന്ന് രാത്രി ഒരു വിശുദ്ധ ജീവിതത്തിനായി തയ്യാറാകാൻ ഈ ക്ലാസ്, ഈ ഉപവാസ പ്രാർത്ഥന നമുക്കിടയാകട്ടെ. പാപം നമ്മുടെ മേൽ വാഴാനല്ല. 1 കൊരിന്ത്യർ ലേഖനം 15:25 ക്രിസ്തു വാഴേണ്ടതാകുന്നു സകലത്തിന്റെ മേലും. ഇന്ന് രാത്രി നമ്മുടെ മേൽ പാപമല്ല വാഴേണ്ടത്, ക്രിസ്തു വാഴണം. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് കണ്ടുടരാം. ദൈവം നമുക്കിടയാക്കുക. നമ്മൾ ഇന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. കർത്താവ് ഇത്രത്തോളം നമ്മെ കേൾപ്പിച്ച വചനചിന്തകൾക്കായി സ്തോത്രം ചെയ്ത് ആമേൻ. ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ 1-2 ചിന്തകൾ കൂടെ ആഴമായി ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഒരു വിടുതലിന്റെ സന്ദേശം പറഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സന്ദേശം അവസാനിപ്പിക്കണമെന്നാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇതാ നമുക്ക് നാളെ ആക്ച്വൽ ഡോസ് എടുക്കാം. ഇന്ന് രാത്രി ഒരു ടെസ്റ്റ് ഡോസ് അടിച്ച് നിർത്തട്ടെ. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.